അങ്ങനെ 5 വൈൽഡ് കാർഡ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. 5 വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വന്നപ്പോൾ തന്നെ ഹൗസിന് ഒരു മാറ്റമാണ്. ഹൗസ് നിറച്ച് ആൾക്കാരായതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എങ്ങനെയൊക്കെയാണ് അവർ വന്നത്, ആരാണ് അവരെ ഓരോരുത്തരെയും സ്വീകരിച്ചത്, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് അറിയിക്കണം, അതുപോലെ തന്നെ ലൈക്സും. ഓക്കെ, ആദ്യമായിട്ട് വന്നത് ആരാണ്? നമ്മുടെ ജിഷിനാണ്. ഹോസ്റ്റ് ചെയ്തത് ഷാനവാസാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞു, എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അഞ്ച് പേരും കൂടി 5 കണ്ടസ്റ്റൻറ്റ് മത്സരാർത്ഥികളും കൂടി ഹൗസിലേക്ക് വരുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടിയതനുസരിച്ച് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഷാനവാസിനെയാണ് ചുമതലപ്പെടുത്തിയത്. ആദ്യം വരുന്ന കണ്ടസ്റ്റൻ്റ് ആരാണോ അവരെ ഹോസ്റ്റ് ചെയ്യാൻ, അവരെ ബിഗ് ബോസ് ഹൗസ് മുഴുവൻ ചുറ്റി നടന്ന് കാണിക്കണം. അതിനുശേഷം അവർക്ക് ഒരു സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ട്. 5 പേർക്കും ഓരോ സമ്മാനങ്ങൾ, 5 സമ്മാനങ്ങൾ എടുത്ത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അത് അവരവർക്ക് ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള സമ്മാനം വരുന്നവർക്ക് കൊടുക്കാം. അങ്ങനെയായിരുന്നു ആ ഒരു ടാസ്ക് വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം വന്നത് ജിഷിനാണ്. ഷാനവാസ് വെയിറ്റ് ചെയ്തു, നല്ലൊരു പാട്ടോടുകൂടി ഓപ്പൺ ചെയ്തു ഫ്രണ്ട് ഡോറ്, മുമ്പിലത്തെ ആ ഗേറ്റ് ഓപ്പണായതിന് ശേഷം ജിഷിൻ വന്നു. എന്തായാലും നല്ല ഒരു ഡാൻസൊക്കെ കളിച്ച് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെയാണ് ആ ഒരു സെഗ്മെൻറ്റ്. അതിനുശേഷം എല്ലാവരും ഷാനവാസ് അകമൊക്കെ കാണിച്ചു, റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം അങ്ങനെ ജിഷിന് സമ്മാനമായിട്ട് ഷാനവാസ് എന്തോ ഒരു പാക്കറ്റ് കൊടുത്തു കേട്ടോ. എന്തോ ഒരു പിന്നെ ഐസ്ക്രീമോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത്. എന്തായാലും ഷാനവാസ് അതാണ് ചൂസ് ചെയ്തത്, ജിഷിന് കൊടുത്തു. എല്ലാവരെയും പരിചയപ്പെട്ടു. അതിനുശേഷം ജിഷിൻ ഓരോരുത്തരെ, ഇപ്പോൾ ജിഷിൻ്റെ ഫ്രണ്ടാണ് അനിമോൾ, അതുപോലെ തന്നെ രേണു സുധിയെയും ജിഷിന് പരിചയമുണ്ട്. കാരണം കൊല്ലം സുധി കോമഡി ഷോയിലൊക്കെ പങ്കെടുത്ത ആളാണല്ലോ, അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിചയപ്പെട്ടു. ജിഷിൻ കൊള്ളാം, നല്ല ഇപ്പോൾ വന്ന് കയറിയപ്പോൾ നല്ല പോസിറ്റീവ് വൈബാണ്. എന്തായാലും നന്നായിട്ട് കളിക്കുന്നുണ്ട്, പൾസൊക്കെ അറിഞ്ഞ് കളിക്കുന്നുണ്ട്. എല്ലാവരും കാര്യങ്ങളുള്ളതുപോലെ ഓപ്പണായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് രേണു സുധീനെ ചേർത്ത് നിർത്തി. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ അനിമോളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് ഗ്രൂപ്പ് കളിയിലെ പാവാടവള്ളികളെല്ലാം ഞെട്ടിപ്പോയി ഗായ്സ്. പാവാടവള്ളികൾക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ജിഷിൻ കയറി വന്നപ്പോൾ ആദ്യം അനിമോള് കുറച്ചൊന്ന് ഒതുങ്ങി നിന്നു, കാരണം ജിഷിനെ പരിചയമുണ്ട് എന്ന് ഭാവിക്കാതെ നിന്നു. പക്ഷേ ജിഷിൻ വന്ന് അനിമോളെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജിഷിൻ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം അനിമോളുമായിട്ട് അപ്പോൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ് അവൾ എന്ന് പറഞ്ഞു. വളരെ നീ എന്തിനാ ഇങ്ങനെ കരയുമ്പോൾ എനിക്ക് വിഷമാവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായി വന്നത് മസ്താനിയാണ്. മസ്താനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ട് മുഖപരിചയമുള്ള ആളാണ്. യൂട്യൂബിൽ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ് മസ്താനി. പേരെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അപ്പോൾ കുട്ടീനെ എനിക്ക് പരിചയമുണ്ട്. മസ്താനി നേരത്തെ ഒരു പ്രഡിക്ഷൻ വന്നപ്പോൾ തന്നെ മസ്താനി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം മസ്താനിയെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെന ഫാത്തിമയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ റെന ഇങ്ങനെ നിന്ന് നല്ലൊരു പാട്ടൊക്കെ വന്ന് അങ്ങനെ മസ്താനി വന്നിട്ടുണ്ടായിരുന്നു. മസ്താനിയെ ഇപ്പോൾ റെനയ്ക്ക് പരിചയമുണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ തിരിച്ചു വന്നു ഹോസ്റ്റ് ചെയ്യാൻ എല്ലാം ഹൗസ് ഒന്ന് കാണിക്കാനായിട്ട് എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, കിച്ചൺ, വഴക്കിൻ്റെ സ്ഥലം. എങ്ങനെയുണ്ട് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അതൊരിക്കലും വഴക്കിൻ്റെ സ്ഥലമായി കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചാലും നമുക്ക് ശരീരത്തെ അങ്ങോട്ട് പിടിക്കില്ല. അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്ന് കയറിയവരും പറഞ്ഞത് കിച്ചൺ വഴക്കിൻ്റെ സ്ഥലം. സത്യമാണ്, കിച്ചൺ എപ്പോഴും അടിയാണ്. അവിടെ അനിമോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പോയി അടിക്കാനേ ഉള്ളൂ മറ്റുള്ളവർക്ക് നേരം. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടില്ലേ, ഒരു കാശിനും കൊള്ളാത്ത ഫുഡ്, പിന്നെ ഭയങ്കര സ്പൈസസ്, എരിവ്, അതെല്ലാം ഞാൻ വഴിയെ പറയാം. ഇപ്പം ഇന്ന് നടന്ന കാര്യങ്ങൾ, പുതിയ ആൾക്കാർ വന്ന് സംസാരിച്ച കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു റെന ഫാത്തിമ എല്ലാവരും കണ്ടു പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് റെന ഒരു സമ്മാനം കൊടുത്തു, സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി മസ്താനിക്ക് ഒരു സമ്മാനം കൊടുത്തു. മൂന്നാമതായി വന്നത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഏൽപ്പിച്ചത് അനീഷിനെയാണ്. ഏൽപ്പിച്ചതല്ല, നിങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അനീഷ് എഴുന്നേറ്റു. അനീഷ് അവിടെ ചെന്ന് നല്ല സ്റ്റൈലായിട്ടൊക്കെ നിന്നു. ഒരു പാട്ട് വന്നു, ഡോർ തുറന്നു, ഓപ്പൺ ചെയ്തു, ഗേറ്റ് ഓപ്പണായി. മുന്നിലത്തെ വാതിൽ തുറന്നു. പ്രവീൺ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻ്റ് കയറി. പ്രവീൺ എന്ന് പറയുന്നത് പ്രവീൺ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഒരാളാണെന്നാണ് അറിഞ്ഞത്, പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമതായിട്ട് പ്രവീണാണ് കയറി. അനീഷ് വളരെ നന്നായിട്ട് ഹോസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഹോസ്റ്റ് ചെയ്ത അനീഷാണ്. ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മുറ്റം, അതുപോലെ തന്നെ ആദ്യം തന്നെ ജയിൽ കാണിക്കാൻ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞ് ജയിൽ കാണിച്ചു. ബിഗ് ബോസിൻ്റെ മേളത്തെ എംബ്ലം കാണിച്ചു. അതെല്ലാം നല്ലതായിട്ട് കാണിച്ചു. അതിനുശേഷം അകത്തേക്ക് കയറി കിച്ചണും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ചു.
കിച്ചൺ കാണിച്ചു. അതുപോലെ തന്നെ പിന്നെ ഡൈനിങ് ഏരിയ, ഓരോ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്ത് കാണിച്ചത് അനീഷാണ് കേട്ടോ. അതിനുശേഷം സ്റ്റോർ റൂമിൽ പോയിട്ട് സ്റ്റോർ റൂമിൽ ചെന്ന് സമ്മാനങ്ങളെടുത്ത് അതിൽ അനീഷ് ഒരു ആപ്പിളാണ് പിന്നെ പ്രവീണിന് കൊടുത്തത്. അപ്പോൾ അതും എടുത്തു തിരിച്ചിവിടെ വന്നു. ഇവിടെ വെച്ച് സമ്മാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പ്രവീണിന് കൊടുത്തു. അങ്ങനെ പ്രവീൺ അവരെ പരിചയപ്പെട്ടു. അതിനുശേഷം നാലാമതായി വന്നത് ആര്യനാണ് ഹോസ്റ്റ് ചെയ്തത്. നമ്മുടെ സാബു മാൻ എന്ന് പറയുന്നത് ആരാണെന്ന് എനിക്കറിയില്ല, ഒരു ഫുഡ് ബ്ലോഗറാണെന്നാണ് പറഞ്ഞത്. നമ്മളിത് കണ്ടിട്ടില്ല, ആളല്ല. സാബു മാൻ, മോനല്ല, സാബു മാൻ, MAN മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാബു മാൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു പയ്യൻ. അപ്പം പുള്ളി ഫുഡ് ബ്ലോഗറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആര്യനാണ് സാബു മാനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആര്യനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്ത് തന്നെയായാലും സാബു മോനാണ് വന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും അവിടെ പോയി അകത്തെല്ലാം കണ്ടതിന് ശേഷം അവർ സമ്മാനം കൊടുത്തു. സാബുമാന് കിട്ടിയത് എന്തായിരുന്നു? മുട്ടയായിരുന്നു. ഒരു മുട്ടയാണ് സാബുമാന് കൊടുത്തത്. അപ്പോൾ സാബുമാൻ പറഞ്ഞു, അയ്യോ എനിക്ക് മുട്ടയായിരുന്നില്ല ആവശ്യം, എനിക്ക് ആപ്പിളാണ്. അപ്പം അയാളുടെ ആവശ്യമല്ലല്ലോ പ്രധാനമായിട്ട്, ഇഷ്ടമുള്ളത് കൊടുക്കുന്നത്. ആദ്യം എടുത്തവരെല്ലാം വേറെ രീതിയിൽ എടുത്തു. അങ്ങനെ അഞ്ചാമതായിട്ട് വന്നത് വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് മോഡൽ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അധികം പരിചയമുള്ള ഒരാളല്ല, അവരൊരു ആർക്കിടെക്റ്റും മോഡലും ഒക്കെ എന്നാണ് പറയുന്നത്. അവരും പിന്നെ സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനി പോയി എല്ലാവരും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മസ്താനിയെയും ജിഷിനെയും ആണ് വ്യക്തമായിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന ആൾക്കാർ. ബാക്കി മൂന്നുപേരെയും അത്രയ്ക്കും പരിചയമുള്ള മുഖങ്ങളല്ല. അപ്പം നിവിനാണ് വേദലക്ഷ്മിയെ ഹോസ്റ്റ് ചെയ്തത്. അപ്പം നിവിന് മസ്താനിയാണ് പരിചയം. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് അപ്പോൾ അങ്ങനെ 5 പേരും വന്നു. 5 പേരും വന്നു, സമ്മാനം കൊടുത്തു. നിവിൻ ഒരു സമ്മാനം കൊടുത്തു. ബിസ്ക്കറ്റ് ആണ് കിട്ടിയത്. ബോക്സിനകത്ത് എന്താണെന്ന് ഇവർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ഇതിലൊന്നും അപ്പോൾ എന്നിട്ട് ഇവർക്ക് ഒരു ടാസ്ക്, അപ്പോൾ തന്നെ ഒരു ടാസ്ക് ബിഗ് ബോസ് അപ്പോൾ തന്നെ ഒരു ടാസ്ക് കൊടുത്തു. നമ്മളെ ഇതിനകത്ത് ഓരോ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയവരും ഗ്രൂപ്പ് ഉണ്ടായിട്ടും ഗ്രൂപ്പിൽ പെടാതെ നിൽക്കുന്ന ആളും പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വരും വേസ്റ്റ് ആണെന്ന് തോന്നിയ ഒരാളിനെയും പറയണം. അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്യണം. 5 പേർക്കും തുല്യമായിട്ട് 15 പേരെ സെലക്ട് ചെയ്തിട്ട് ബാക്കി ഒരാളുണ്ടാവും. അത് ബിഗ് ബോസിൻ്റെ ഒരു കളി തന്നെയാണ്, പേടിൻ്റെ പണിയാണ്. എന്തായാലും ഓരോരുത്തരും പറഞ്ഞു. ജിഷിൻ ഏറ്റവും ഗ്രൂപ്പ് ആദ്യം തന്നെ ആരാണ് പറഞ്ഞത്? ജിഷിനാണെന്ന് തോന്നുന്നു. ജിഷിൻ ആദ്യം പറഞ്ഞത് അപ്പാനിയെയും അക്ബറിനെയാണ് പറഞ്ഞത്. അക്ബറിനെ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ബിന്നിയെ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് അപ്പാനിയെ പറഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാരും. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് ആദ്യം തന്നെ അവരെ ഗ്രൂപ്പ് പൊളിച്ചു. വന്നവർ ജിഷിൻ അടിപൊളികളെയാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടു. ഇനി ഇതേ കണക്ക് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ജിഷിൻ കൊള്ളാം, പോസിറ്റീവ് വൈബ് നിറച്ച്. എന്തായാലും നമ്മുടെ അനുമോൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അനുമോൾ ഭയങ്കരമായിട്ട് മാറി. കുറച്ചും കൂടി ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഹൗസിൽ, കാരണം ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർ. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. പിന്നെ പുറത്തു നിന്നുള്ളൊരു പൾസ് ഈ ഗ്രൂപ്പ് ഗാങ്ങിന് മനസ്സിലായി. കാരണം ഇവർ നെഗറ്റീവാണ് എന്നവർക്ക് ബോധ്യമായി. കാരണം ആദ്യം വന്ന 2 പേരും ഇവരെയാണ്, അക്ബറിനെ അപ്പാനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ വീണ്ടും പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ അവരെ തന്നെ ഒരു 6 പേരെ അങ്ങ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പിന്നീട് വന്നവരങ്ങനെ പറഞ്ഞു. ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് പ്രവീൺ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. അതേപോലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ്, കാരണം ഇവിടെ ഒന്നിനും ചെല്ലുന്നില്ല എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തത് മസ്താനി രേണു സുധിയാണ്. അപ്പം പറയുന്നു 72 ക്യാമറ ഉണ്ടായിട്ടും ഒരിടത്തും ചേച്ചിനെ കാണുന്നില്ല, ചേച്ചിക്ക് എവിടെ പോയി ഒളിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു. അത് രേണുവിനിട്ടൊരു കുത്തു കൊടുത്തതാണ്. എന്തായാലും ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും 15 പേരെയും തിരഞ്ഞെടുത്ത് ഇതിലൊന്നും ഉൾപ്പെടാതെ വന്ന ഒരേ ഒരാളായിരുന്നു നിവിൻ. അപ്പം നിവിൻ ഇതിനകത്ത് ഉൾപ്പെടാത്തതുകൊണ്ട് നിവിന് പ്രത്യേകിച്ചും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. എന്താണ് ടാസ്ക്? അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്തതിന് പിന്നെ എല്ലാവർക്കും താങ്ക്സ് പറയുക. അതിനുശേഷം ഇവരെ എന്താണ് സൂക്ഷിക്കേണ്ടത്, ഓരോരുത്തരും ആരെയാണ് സൂക്ഷിക്കേണ്ടത്, നിങ്ങൾക്ക് ആരിൽ നിന്നാണ് വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ ഇവർ വന്ന് ഞങ്ങളുടെ കളിയൊക്കെ കണ്ടിട്ട് വന്നവരാണെങ്കിലും നിങ്ങൾ അങ്ങനെ വലിയ സംഭവം ആവാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ള രീതിയിലും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തന്നെയായാലും അതും ജിഷിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ നിവിൻ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ചെയ്തു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ വലിയ പ്രശ്നമായി. നമ്മുടെ വേദലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അവർ പുതിയ കണ്ടസ്റ്റൻ്റ് 5ാമതായി കയറി വന്ന് അവർക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരിപ്പോൾ താഴെ മുടി കിടക്കുന്നു, പിന്നെ അതേ കണക്ക് പലതും അങ്ങനെ പറഞ്ഞു. പിന്നെ സംസാരിക്കുമ്പം അപ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തോ പറഞ്ഞ് ഒരുമാതിരി കാക്കക്കൂട്ടത്തിൽ കല്ലെറിയുന്ന പോലെ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഉടനെ ഷാനവാസ് പറഞ്ഞു അത് പോകെ മനസ്സിലാവും
ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം റെനയുമായിട്ട് നമ്മുടെ നൂറയായിട്ടൊരു വലിയ ഫൈറ്റ് നടന്നു. നൂറ സെർലാക്ക് എന്ന് വിളിച്ചിട്ട് റെനയെ കളിയാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെനെ ഏതാണ്ട് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമായി. ലാസ്റ്റ് എല്ലാവരും ഇടയ്ക്ക് കയറി അതിലെ പിടിച്ച് നൂറെ നോക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് അക്ബർ വന്നിട്ട് റെനയെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തി. അപ്പോൾ നൂറ പറഞ്ഞു ഇരിക്കടി അവിടെ. നൂറ ഒട്ടും കളിച്ചില്ല. അപ്പോൾ ജിഷിൻ ഓടി വന്ന് നൂറയോട് ചോദിച്ച്, നൂറ ഇതുവരെ നീ എവിടെ പോയിരുന്നു കൊച്ചേ, നീ എവിടെ പോയിരുന്നു? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം പ്രേക്ഷകർ ചോദിച്ച ചോദ്യമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ എന്തായാലും രസകരമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് 5 വൈൽഡ് കാർഡ് വന്ന് ഇപ്പോൾ അവരുടെ പിന്നെ ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് വേദലക്ഷ്മിക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആരിനൊരു തക്കാളി എടുത്തുകൊണ്ട് പോയി. അത് കണ്ടിട്ട് ഓടി വന്ന് വേദലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ഫ്രിഡ്ജ് തുറന്നിട്ട് തക്കാളി എടുത്തപ്പോൾ ഷാനവാസ് ചോദിച്ചു എന്താ എടുത്തതെന്ന്. അപ്പോൾ പറഞ്ഞാൽ ആരിന് എടുത്തുകൊണ്ട് പോയി, എനിക്ക് ചോറുണ്ണാൻ പറ്റുന്നില്ല, ഞാൻ ഒരു തക്കാളി എടുത്തതാണ്, കൂടുതലൊന്നും സംസാരിച്ചില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്തോ അവരാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, അവർ വേറെ എന്തോ ഒരു സ്ട്രാറ്റജിയാണ്. അനീഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര ആരുമായിട്ടും അടുക്കുന്നില്ല, എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു ബോൾഡായിട്ട് നിൽക്കുന്നു. എന്തായാലും നമുക്ക് ഇവരുടെയൊക്കെ കളി കാത്തിരുന്ന് കാണാം. അപ്പോൾ രാത്രി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗായ്സ്. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയിക്കണം. വൈൽഡ് കാർഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഓക്കെ, ബൈ.